ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി രസം ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കുറച്ച് വെളുത്തുള്ളി അല്ലി, 5-6 കൊച്ചുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്, പിന്നെ ചെറിയ ജീരകം. ഇത് ഇത്രയുമാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അടുത്ത നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ പുളി എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അടുത്ത നമുക്കൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. അടുത്തത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. രസം ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് സൈഡിൽ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.